നമസ്കാരം. ഇന്ന് പിതൃതർപ്പണത്തിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടാണ്. അന്നേ ദിവസം സാറിനൊപ്പം ഉണ്ടായിരുന്ന ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു പിടി ഓർമ്മകളും. മുൻവശത്തെ പ്രധാന മണ്ഡപത്തിലും പിന്നെ ഓഡിറ്റോറിയത്തിലായിട്ടാണ് ആളുകളെ ഇരുത്തുന്നത്. ഒരിടത്ത് തർപ്പണം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സ്ഥലത്ത് തർപ്പണം തുടങ്ങും. ആ സമയം കൊണ്ട് ആദ്യത്തെ സ്ഥലത്തെ ക്ലീനിങ് നടത്തിയിട്ട് അവിടെ ആളുകളെ ഇരുത്തി തുടങ്ങും. അപ്പോൾ ലൈൻ എപ്പോഴും ഇടതടവില്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. സാറിൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് മടുപ്പ് തോന്നില്ല. സാറിന് മാത്രം വിശ്രമം ഉണ്ടാകില്ല. ഒരിടത്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിക്കിൽ അത് തുടങ്ങും. അങ്ങനെ അവസാനത്തെ ബാച്ചും കഴിയുന്നത് വരെ അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പ്രധാന മണ്ഡപത്തിനടുത്തേക്കുള്ള സ്ഥലത്താണ് തിരക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിന് കാരണം പ്രായമായവർക്കുള്ള ലൈനും കൂപ്പൺ എടുത്തിട്ട് പൂജാദ്രവ്യങ്ങൾ വാങ്ങാനുള്ളവരുടെ ലൈനും തർപ്പണം കഴിഞ്ഞ് മുൻവശത്തെ ആലിഞ്ചോട്ടിൽ സമർപ്പിക്കാൻ വരുന്നവരുടെ ലൈനും അതിനുശേഷം അമ്പലത്തിനകത്തേക്ക് പോകുന്നവരുടെ ലൈനും എല്ലാം ഒരുമിച്ച് ഒരു ബോട്ടിൽ നെക്ക് പോലെ വരുന്ന സ്ഥലം അവിടെയാണ്. ആ ഭാഗത്താണ് എനിക്കും പരപ്പനങ്ങാടി ഗോപാലകൃഷ്ണൻ ഡ്യൂട്ടി. എപ്പോഴും ശ്രദ്ധ വേണ്ട സ്ഥലമാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 4 പ്രധാന നിരകളാണ് ഒന്നിച്ചു ചേരുന്നത്. അവിടെ അവ തമ്മിൽ മാറിപ്പോകാതിരിക്കാനായിട്ട് കയറാണ് കെട്ടുന്നത്. ഒന്നിന് പിറകെ ഒന്നായി തിക്കി തിരക്കി വരുന്നവരിൽ ഒരാൾ ഒന്ന് തെറ്റിച്ചാൽ മതി ആകെ അലങ്കോലമായി തീരാനായിട്ട്. അത് മാത്രമല്ല, 3/4 മണിക്കൂറോളം ഇരുന്ന് തർപ്പണം ചെയ്തിട്ട് ആലിൻ്റെ ചോട്ടിലേക്ക് പിണ്ടസമർപ്പണത്തിനായിട്ട് അതും വാരി എടുത്തുകൊണ്ട് വരുന്നവർക്ക് എങ്ങനെയെങ്കിലും ആലിൻ്റെ ചോട്ടിൽ അതൊന്ന് സമർപ്പിക്കാൻ വേണ്ടിയുള്ള തിരക്കായിരിക്കും, ധൃതിയായിരിക്കും. അപ്പം മുൻപിലുള്ള ആൾ സമർപ്പിച്ചതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും പുറകിലുള്ള ആളും പലപ്പോഴും നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഒരിടത്ത് തന്നെ സമർപ്പിച്ചുകൊണ്ടിരുന്നാൽ അതെല്ലാം താഴേക്ക് ഊർന്നു വീഴാനും തിരക്കിൽ വരുന്നവർ അതിൽ ചവിട്ടി തെന്നി വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ എത്തുന്നവരുടെ കുറച്ച് മാറി നിക്ഷേപിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പലപ്പോഴും അവരതൊന്നും ശ്രദ്ധിച്ചൊന്നും വരില്ല. അത് മാത്രമല്ല, പലരും അതിനുശേഷം അവിടെ കുനിഞ്ഞു നിന്ന് ഒന്ന് തൊട്ടു തൊഴുവാനും നോക്കും. അന്നേരം പുറകിൽ നിന്ന് തള്ളും വരും. പിന്നെ ആലിൻ്റെ മുൻവശത്ത് വന്ന് ക്രിയാദക്ഷിണ ഇടാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും അവർ പഴുസെടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവിടെയും താമസം ഉണ്ടാകും. അതായത് ശബരിമലയിലും ഗുരുവായൂരും എല്ലാം നടക്കി നേരെ വരുമ്പോഴുള്ളവരുടെ തിരക്ക്. പക്ഷേ അവിടെയൊക്കെ ഭഗവാന്റെ മുൻപിൽ നടക്കി നേരെ വന്ന് തൊഴുവാൻ നേരത്ത് മാത്രമേ ആളുകൾക്ക് കുറച്ചെങ്കിലും നിൽക്കേണ്ടി വരാറുള്ളൂ. എന്നാൽ ഇവിടെ ആലിൻ്റെ ചോട്ടിൽ തന്നെ പിണ്ടം സമർപ്പിക്കുന്നിടത്തും ക്രിയാദക്ഷിണ ഇടുന്നിടത്തും പുസ്തകം പ്രസാദമായി വാങ്ങുന്നിടത്തും ഒക്കെ ആളുകൾ ഒന്ന് നിൽക്കും. എപ്പോഴെങ്കിലും ആരെങ്കിലും ആ തിരക്കിൽപ്പെട്ട് ഒന്ന് കാല് തെറ്റി വീണാൽ മതി എല്ലാം കുളമാകാനായിട്ട്. ഭാഗ്യത്തിന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് സാറ് വന്ന് ഇനി നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം എന്ന് പറയുമ്പോഴായിരിക്കും അക്കാര്യം ഞങ്ങൾ ഓർക്കുന്നത് തന്നെ. പിന്നെ എല്ലാം മറന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. അപ്പോഴത്തെ ഒരു സന്തോഷം, ആ ഒരനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. നമുക്കിനി വീഡിയോ കാണാം. നമസ്കാരം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ഇന്ന് വൈകുന്നേരം 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും വീടിൻ്റെ തെക്കേ മുറിയിൽ അവിടെ വെച്ചേക്കാം. 1/2 മണിക്കൂർ നേരം. അത് കഴിഞ്ഞ് അത് കളഞ്ഞേക്കാം. നമ്മൾ പറയാറുണ്ട്, ശ്മശാനാനലദഗ്ധോസി പരിത്യക്തോസി ബാന്ധവൈഹി ഇതം ക്ഷീരം ഇതം നീരം ആഹാരായ പ്രകൽപ്യതാം. ആ ശ്മശാനത്തിന്റെ അഗ്നിയിൽ കത്തിപ്പോയ മാതാപിതാക്കൾ ഇനി തിരിച്ചു വരില്ല. അവരുടെ കൂട്ടത്തിൽ ആരും പൊയ്യുമില്ല. അതുപോലെ ഒരിക്കൽ നമുക്കും യാത്ര ചെയ്യേണ്ടി വരും. ആ നന്മ നിറഞ്ഞത് നമ്മളുടെ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്ന ദിവസത്തിന് മുമ്പ് നമ്മളുടെ മക്കൾക്ക് എല്ലാ നന്മകളും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു 5 വർക്കിംഗ് ഡേയിൽ 7 മണിക്കൂറാണ് നമ്മുടെ മക്കൾ സ്കൂളിലുള്ളത്. 17 മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലാണ്. സാറ്റർഡേ സൺഡേ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലാണ്. അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും സമയമില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. അവർക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പഠനമാണ് അവർക്ക് എന്നും പ്രാധാന്യമുള്ളത്.
നന്മ നിറഞ്ഞത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തർപ്പണം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും എടുത്തതിന് ശേഷം അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് അപ്പുറത്ത് കൂടെ വന്ന് ആൽമരത്തിൻ്റെ മുമ്പിൽ അത് സമർപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പുണ്യാഹം തെളിക്കുന്നുണ്ടാവും. ഒരു പുസ്തകം, 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് പ്രസാദമായിട്ട് തരുന്നുണ്ടാവും. ഈ കർമ്മത്തിൻ്റെ ദക്ഷിണ സമർപ്പിക്കേണ്ടവർക്ക് അതിന് സൗകര്യം ഉണ്ടാവും. എന്നിട്ട് അമ്പലത്തിനകത്ത് ചെന്ന് തിലഹോമമോ മൃത്യുഞ്ജയ ഹോമമോ നടത്താൻ താല്പര്യമുള്ളവർക്ക് അവിടെ സൗകര്യം ഉണ്ടാവും. ചിങ്ങമാസം മുതൽക്ക് കർക്കിടക മാസം വരെ 1 വർഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് വേദപ്രചരണ മാസമായിട്ട് നമ്മൾ ആഘോഷിക്കും. വേദത്തിൻ്റെ സീഡികളുണ്ട്. കയ്യിൽ കിട്ടുന്ന സീഡികൾ പരമാവധി കോപ്പിയെടുത്ത് എല്ലാവർക്കും എത്തിക്കാം. നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും എത്തിക്കാനുള്ള ഈ ഒരു അവസരം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പിതൃകർമ്മത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം. മുമ്പിൽ വെച്ചിരിക്കുന്ന ആ പിണ്ഡം അല്പം മുമ്പോട്ടേക്ക് മാറ്റാം. മുമ്പോട്ടേക്ക് മാറ്റിയിട്ട് ആ പിണ്ഡത്തിൻ്റെ ചുവട്ടിലുള്ള എള്ള എടുത്ത് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് മുകളിലേക്ക് സ്വർഗം ഗച്ഛസ്വ മുകളിലേക്ക് ഇട്ടേക്കാം. മുകളിലേക്ക് സ്വർഗം ഗച്ഛസ്വ. പൂണൂലിട്ടവരുണ്ടെങ്കിൽ പൂണൂൽ ഇടത്തേക്കാക്കിയിട്ട് പിണ്ഡം കൈകൊണ്ട് എടുക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സാധാരണ രീതിയിൽ പിണ്ഡം കൈകൊണ്ട് എടുക്കുക. എടുത്തിട്ട് ഇതം പിണ്ഡം ഗയാ അർപ്പിതോ അസ്തു നേരാ ഇലയിലിട്ടേക്കാം. അവിടെയുള്ള എല്ലാം ഇലയിൽ വെച്ചേക്കാം. എന്നിട്ട് അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് സമർപ്പിച്ച് ക്ഷേത്രത്തിൽ തൊഴുത് അപ്പുറത്ത് ചായയോ കാപ്പിയോ ബ്രേക്ക്ഫാസ്റ്റോ ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് അത് കഴിക്കാം. എന്നും ഈ സ്ഥാപനത്തിലേക്ക് വരാൻ ശ്രമിക്കുക. 24 മണിക്കൂറും ഈ സ്ഥാപനം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിൽ അംഗങ്ങളാവാനും ആഗ്രഹിക്കുന്നവർക്ക് വളരെ സന്തോഷമുണ്ട്. നമസ്കാരം.